മഴത്തോരും മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അലീനയുടെ തുടർ പഠനത്തിന് വേണ്ടി സ്റ്റാൻലി ജോസഫ് ബാലചന്ദ്രൻ മേനോനെ വിളിക്കുന്നുണ്ട്. ബാലചന്ദ്ര മേനോൻ സ്റ്റാൻലി ജോസഫിൻ്റെ കോളാണെന്ന് അറിയുമ്പോൾ തന്നെ മനസ്സില്ലാ മനസ്സോടെയാണ് ആ കോൾ എടുക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തു പറ്റി സ്റ്റാൻലി ജോസഫ്, സുഖമല്ലേ? അലീന സുഖമായിട്ടിരിക്കുന്നോ? അവളവിടെ പ്രശ്നക്കാരിയൊന്നും അല്ലല്ലോ അല്ലേ? ചെറിയ വാശിയുണ്ടെന്നേ ഉള്ളൂ. അത് സ്നേഹമുള്ളവരോട് മാത്രം, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ അവൾ ആ വാശി കാണിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ മകളെ തിരിച്ചു തരണം. അപ്പോൾ സ്റ്റാൻലി ജോസഫ് പറയാണ്, എന്താ മേനോൻ നിങ്ങളീ പറയുന്നത്? എൻ്റെ മകളെ ഇനി നിങ്ങൾക്ക് വിട്ടുതരാനോ? 23 വർഷങ്ങൾ അവളുണ്ടെന്നറിയാതെ കഴിഞ്ഞ ദിവസങ്ങൾ. ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്കറിയില്ല മേനോൻ നിങ്ങളോട് എത്ര നന്ദി പറയണമെന്ന്. എന്നിട്ട് ഞാൻ അവളെ നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിക്കാനോ? ഇല്ല മേനോൻ, ഒരിക്കലും ഇല്ല. അവളിനി എന്ത് തന്നെ കാണിച്ചിരുന്നാലും എൻ്റെ മകളെ ഇനി ഞാൻ തിരിച്ചു തരില്ല, ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അപ്പോൾ മേനോൻ പറയുകയാണ്, ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ അവളെ മറ്റൊരിടത്തേക്ക് ഉപേക്ഷിക്കരുത്, അതുമാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മേനോൻ പറഞ്ഞതിൽ കുറച്ച് ശരിയുണ്ട്. അവൾ ഇച്ചിരി പിടിവാശിക്കാരിയാ, അതെനിക്ക് മനസ്സിലായി. എനിക്കറിയാം അവൾക്ക് സ്നേഹമുള്ളവരുടെ അടുത്തേ ഈ പിടിവാശി കാണിക്കുമെന്ന്. എൻ്റെ മോളല്ലേ, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മോളല്ലേ, അപ്പോൾ പിടിവാശിയൊക്കെ കാണിക്കും. ചിലത് ഞാൻ ആസ്വദിക്കാറുണ്ട്, ചിലത് എനിക്ക് ദേഷ്യവും വരാറുണ്ട്, ഞാൻ അവളോട് പറയാറുമുണ്ട്. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയാണ്, എന്താ നിങ്ങളിപ്പോൾ വിളിക്കാനുള്ള കാര്യം? അത് മേനോൻ, ഞാൻ വിളിക്കാനുള്ള കാര്യം, ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. മോള് +2 വരെ പഠിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അവളെ ഇങ്ങനെ വീട്ടിലിരുത്തിയാൽ എങ്ങനെയാ? റിട്ടയർഡ് കേണലിൻ്റെ മോളല്ലേ, പുറത്തിറങ്ങി ആരോടെങ്കിലുമൊക്കെ പറയാൻ അതൊരു +2 ക്വാളിഫിക്കേഷൻ ആയാലോ? ഞാൻ വിചാരിച്ചു അവൾക്ക് പഠിക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നു. തുടർ പഠനം നടത്താം, അവൾക്ക് ഏതിലാണോ താല്പര്യം അത് തന്നെ പഠിപ്പിക്കാം. പണമൊന്നും എനിക്ക് യാതൊരു വിഷയവുമല്ല. അവൾ പറയുന്നിടത്ത് ഞാൻ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കും. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയാണ്, അവൾ +2 കഴിഞ്ഞിട്ട് ഈ ഹോം നേഴ്സ് കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ അമ്മയെ നോക്കാനായിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്നത്. അതിനുശേഷമാണല്ലേ ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. അവൾക്ക് അതിൽ താല്പര്യം കാണും. അവളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നേഴ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവരുടെ നന്മ കാണാനും അവരെ ശുശ്രൂഷിക്കാനും ഒക്കെ അവൾക്ക് നല്ല മിടുക്കാം. അതുകൊണ്ട് സ്റ്റാൻലി ജോസഫ് അങ്ങനെ എന്തെങ്കിലും പ്രൊഫഷൻ നോക്കുന്നതായിരിക്കും നല്ലത്. അവളോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അല്ലാതെ എടുത്തു ചാടി ഇപ്പോൾ ഒരു പഠിക്കാൻ വിടുന്നത് അവൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ശരിയാവില്ല. മോളോട് കൂടി ആലോചിച്ചിട്ടാണോ സ്റ്റാൻലി ജോസഫ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? മേനോൻ, ഞാൻ മോളോട് പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തു. അതിനി നിങ്ങളോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അവളോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. അവൾ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനെല്ലാത്തിനും അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണ്ടേ? അതവൾ പറഞ്ഞു അന്ന് വന്നപ്പോൾ അവിടെ കൊണ്ടുവന്ന് വച്ചു എന്ന്, തിരിച്ചെടുത്തോണ്ട് വരാൻ മറന്നുപോയി എന്ന്. നിങ്ങളൊന്ന് നോക്കുമോ മേനോൻ? അപ്പോൾ ബാലചന്ദ്രൻ മേനോൻ പറയാണ്, അതിനെന്താ സ്റ്റാൻലി ജോസഫ്, ഞാൻ നോക്കാമല്ലോ. എങ്കിൽ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എനിക്കതൊന്ന് സെൻഡ് ചെയ്ത് തരണം. മെയിൽ അയച്ചാലും മതി, ഇല്ലെങ്കിൽ ആരെങ്കിലും വിട്ട് നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൊടുത്തു വിട്ടാലും മതി. അതെന്താ അങ്ങനെ പറയുന്നത്? എൻ്റെ മോളുടെ ആവശ്യത്തിന് എനിക്കൊരു ബുദ്ധിമുട്ടാണോ മിസ്റ്റർ സ്റ്റാൻലി ജോസഫ്? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മേനോനെ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല സ്റ്റാൻലി ജോസഫ്. എൻ്റെ മകളല്ലെന്നേ ഉള്ളൂ. എൻ്റെ മകളെപ്പോലെ തന്നെയാണ്. അവളുടെ ഭാവി നന്നാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങളുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറയുന്നത് മോശമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്തോ എനിക്കറിയില്ല, അവൾ എൻ്റെ ഊന്നുവടിയാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് സഹിക്കില്ല. അവൾ ഉയർന്ന നിലയിൽ എത്തണമെന്ന് തന്നെയാണ് എൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വെച്ച് അവളോട് പറഞ്ഞു, മോളെ, എപ്പോഴും അച്ഛൻ ജീവിച്ചിരിക്കില്ല, അച്ഛൻ്റെ പൈസ കാണില്ല, നിനക്കൊരു വിലയും കാണില്ല. അതുകൊണ്ട് നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സമ്പാദിക്കാൻ കഴിയണം. 4 ആളുടെ മുന്നിൽ നീ തലയുയർത്തി നിൽക്കണം. അച്ഛൻ ജീവിച്ചിരിക്കും കാലം നിന്റെ തല കുനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. പക്ഷേ അച്ഛൻ്റെ മരണശേഷം എങ്ങനെയായിരിക്കും നിന്റെ കാര്യങ്ങളെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഞാൻ അന്ന് അവളോട് പറഞ്ഞതായിരുന്നു. പക്ഷേ അവൾക്കന്ന് അതിനൊരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറിയപ്പോൾ ചിലപ്പോൾ അവൾക്ക് അങ്ങനെ താല്പര്യം കാണും. സ്റ്റാൻലി ജോസഫ് ഒന്ന് ചോദിച്ചു നോക്കൂ. എന്തായാലും അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ.
ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ പേപ്പേഴ്സ് എല്ലാം അങ്ങോട്ടേക്ക് അയച്ചു തരാം, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരാം, എനിക്കതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ സ്റ്റാൻലി ജോസഫ് പറയാണ്, താങ്ക് യു മേനോൻ, ഒരുപാട് നന്ദിയുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിയതിലും. ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ സ്റ്റാൻലി ജോസഫ് പറഞ്ഞതിനനുസരിച്ച് ബാലചന്ദ്ര മേനോൻ ആ പേപ്പറൊക്കെ എടുക്കുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ നോക്കി വരുന്ന സമയത്താണ് അലീനയുടെ പിറന്നാളാണ് നാളെ എന്നുള്ള കാര്യം ബാലചന്ദ്ര മേനോൻ അറിയുന്നത്. അറിയാമായിരുന്നു, പക്ഷേ എന്തോ ജോലി തിരക്കിനിടയിൽ മറന്നുപോയി. അയ്യോ, മോളുടെ പിറന്നാളായിരുന്നല്ലോ നാളെ, ഞാനതങ്ങ് മറന്നും പോയി, തിരക്കിനിടയിൽ ഓർക്കാനും കഴിഞ്ഞില്ല. ഇനി എന്താണ് ചെയ്യുക? പെട്ടെന്ന് തന്നെ രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. രോഹിത്തെ, പെട്ടെന്നൊന്ന് റൂമിലേക്ക് വന്നേന്ന്. അവൻ പേടിച്ചിട്ടാണ് റൂമിലേക്ക് വന്നത്. ഇനി അച്ഛൻ എന്തെങ്കിലും രോഗത്തിൻ്റെ ഇഷ്യൂ ഉണ്ടായോ, അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് രോഹിത്ത് ബാലചന്ദ്ര മേനോൻ്റെ റൂമിലേക്ക് വരുന്നത്. പെട്ടെന്ന് വന്ന് കയറിയ ഉടനെ അവൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അച്ഛാ? എന്താ ഇപ്പോൾ ഈ രാത്രി തന്നെ അച്ഛൻ വിളിക്കാൻ കാര്യം? അച്ഛന് സുഖമില്ലേ? എടാ മോനെ, അതൊന്നും അല്ല, എനിക്ക് ആരോഗ്യത്തിന് ഒരു പ്രശ്നവും. നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് എന്നെ ഒരു രോഗിയാക്കാതിരുന്നാൽ മതി. പിന്നെ എന്തിനാ അച്ഛൻ ഇപ്പോൾ വിളിച്ചത്? എടാ, അത് അലീന ചേച്ചിയുടെ പിറന്നാളാടാ നാളെ. ഞാൻ ഓർത്തുമില്ല. ഇപ്പോൾ അലീനയുടെ പപ്പ വിളിച്ചിട്ട് അവളെന്തോ കോഴ്സിനൊക്കെ ചേർക്കണം, അതുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ ഇരിപ്പുണ്ട്, ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ അതെടുത്ത് നോക്കുമ്പോഴാടാ അറിയുന്നത് അവളുടെ ബർത്ത്ഡേ ആണ് നാളെയെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ഒരു സാധനവും വാങ്ങിച്ചില്ല. അവൾക്കത് വലിയ വിഷമമാവും. അവൾക്ക് സാധനങ്ങളും ബർത്ത്ഡേ ഗിഫ്റ്റ് അതൊന്നും അല്ല ആവശ്യം. അച്ഛൻ ഓർത്തില്ലല്ലോ, എന്നെ ഒന്ന് വിളിച്ച് വിഷ് ചെയ്തില്ലല്ലോ, ഇങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ ഞാൻ ആ സമയത്ത് വിളിക്കാം. എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാതിരുന്നാൽ അത് മോശമല്ലേടാ, എനിക്കൊരു സങ്കടമാണ്. ഇപ്പം എന്ത് ചെയ്യും രോഹിത്തെ? അച്ഛ സങ്കടപ്പെടാതിരിക്കുക. നാളെ വരെ സമയമില്ലേ? നാളെയല്ലേ അലീന ചേച്ചിയുടെ ബർത്ത്ഡേ? അത് നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അച്ഛൻ ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങ്, നമുക്ക് രാവിലെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞ് രോഹിത്ത് റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ബാലചന്ദ്ര മേനോനും ടെൻഷനുണ്ട്, എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയില്ല. പിറ്റേന്ന് രാവിലെ തന്നെ രോഹിത്ത് എണീക്കുന്നതിന് മുന്നേ ബാലചന്ദ്ര മേനോൻ വണ്ടിയെടുത്ത് ജ്വല്ലറിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്ര മേനോൻ തലേ ദിവസം രാത്രി തന്നെ കിടക്കുന്ന സമയത്ത് ആലോചിച്ച് വെച്ചിട്ടുണ്ട്, ഇനി വേറൊരു ഗിഫ്റ്റും നമുക്ക് വാങ്ങാനുള്ള സാഹചര്യമില്ല. എത്രയും പെട്ടെന്ന് ജ്വല്ലറിയിൽ പോയി അവിടെ നിന്ന് ഒരു ഡയമണ്ട് നെക്ലേസ് എടുത്ത് അലീനയ്ക്ക് കൊടുക്കാം. അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെയാണ് ബാലചന്ദ്ര മേനോൻ രാവിലെ ജ്വല്ലറിയിൽ പോയി തുറന്ന് ഒരു ഡയമണ്ട് നെക്ലേസുമായിട്ട് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് രോഹിത്ത് ബാലചന്ദ്ര മേനോനോട് ചോദിക്കുകയാണ്, അച്ഛൻ ഇതെവിടെയാ അച്ഛാ രാവിലെ പോയത്? ഞാൻ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. എടാ മോനെ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടാ. അലീന മോളുടെ പിറന്നാളായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഞാൻ ആലോചിച്ചിട്ട് രാവിലെ ഇപ്പോൾ നമുക്ക് ചെന്ന് തുറക്കാൻ പറ്റിയത് നമ്മുടെ ജ്വല്ലറി മാത്രമല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു മോക്കൊരു ഡയമണ്ട് നെക്ലേസ് കൊടുക്കാമെന്ന്. ഇപ്പോൾ നമ്മൾ ഡയമണ്ട് നെക്ലേസൊക്കെ കൊടുക്കുന്നതിനേക്കാളും വലുത് അവളുടെ പപ്പ കൊടുക്കും, അത്ര കോടീശ്വരനല്ലേ. പക്ഷേ അച്ഛനെന്നുള്ള നിലയിൽ എനിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേടാ അവൾക്ക്. ശരിയച്ചാ, പക്ഷേ ഇതിപ്പോൾ എങ്ങനെ നമ്മൾ അങ്ങ് എത്തിക്കും? അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയാണ്, മോനെ എനിക്കിന്ന് വരാൻ പറ്റില്ല, ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്, ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതിൽ നീയും കൃഷ്ണമോളും ബബിതയും വരുന്നെങ്കിൽ അവരെയും കൂടെ കൂട്ടിക്കോ. പോയിട്ട് അവിടെ നിന്ന് കറങ്ങരുത്, അന്നത്തെ പോലെ അവിടെ നിൽക്കാനും അവളെ നിർബന്ധിക്കും. പക്ഷെ അറിയാലോ ഇവിടെ ഒരു ഭീകരജീവി ഉള്ളത്, അവിടെ ചെന്ന് നിന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊന്നു കളയുള്ളൂ. പിന്നെ നീ അവിടെ തന്നെ സ്ഥിരം നിൽക്കേണ്ടി വരും, ഇങ്ങോട്ടേക്ക് കയറ്റില്ല. ഇല്ല അച്ഛാ, ഞാൻ ബബിതയോടും കൃഷ്ണയോടും ചോദിച്ചു നോക്കട്ടെ. എങ്കിൽ ഞങ്ങൾ 3 പേരും ഒരു കാർ അറേഞ്ച് ചെയ്ത് പോവാം, പോയിട്ട് വൈകുന്നേരത്തിനുള്ളിൽ ഇങ്ങെത്താം. ശരി മോനെ, നീ അവരോടൊന്ന് ചോദിച്ചിട്ട് എന്നെ ഫോൺ ചെയ്യുന്നു. അങ്ങനെ ബബിതയും കൃഷ്ണയും രോഹിത്ത് കാണുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, എടീ നിനക്കൊരു കാര്യം അറിയാവോ? അപ്പോൾ ബബിത ചോദിക്കാണ്, എന്താന്ന് വെച്ചാൽ പറയടാ, നീ എന്തിനാ ഇങ്ങനെ സർപ്രൈസ് ആക്കുന്നത്? നമ്മളെ ഇന്നൊരു സ്ഥലം വരെ പോവും. നമ്മൾ പോകുമെന്ന് സംശയമാണ്, ഞാൻ എന്തായാലും പോവും. എവിടേക്കാടാ എന്ന് ബബിത ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ അലീന ചേച്ചിയെ കാണാൻ കുളത്തൂപ്പുഴയിലേക്ക് പോവാ. നീ മാത്രോ? അച്ഛൻ പറഞ്ഞു നിങ്ങളോടൊന്ന് ചോദിക്കാൻ, വരുന്നെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ലേ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. പിന്നെ ഒരു കാര്യവും കൂടെ ഉണ്ട്, ഇന്നേ നമ്മൾ അലീന ചേച്ചിയുടെ ബർത്ത്ഡേയാ.
അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അയ്യോ ഇന്ന് അലീന ചേച്ചിയുടെ പിറന്നാളായിരുന്നോ, ഞാൻ മറന്നുപോയല്ലോ. ദൈവമേ, ഇനി നമ്മൾ ആര് വിഷ് ചെയ്യാത്തതുകൊണ്ട് ചേച്ചിക്ക് നമ്മളോട് പിണക്കമായിരിക്കും. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എടി അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അലീന ചേച്ചി അത് ഓർക്കുന്നു പോലും കാണില്ല. അവിടെ ചെല്ലുമ്പോഴായിരിക്കും അലീന ചേച്ചി അറിയാൻ പോകുന്നത് ഇന്ന് അലീന ചേച്ചിയുടെ പിറന്നാളാണെന്ന്. അല്ല, ചേച്ചി ഇതൊക്കെ വെച്ച് ആഘോഷിക്കുന്ന ആളാണോ? അല്ലല്ലോ. ചേച്ചിയുടെ ജീവിതത്തിലേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ പപ്പയുടെയൊക്കെ അടുത്ത് വെച്ചിട്ട് ചേച്ചി സന്തോഷത്തോടു കൂടി കേക്ക് മുറിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പോവുകയാണേ, നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ? അപ്പോൾ കൃഷ്ണമോളും ബബുദയും പറയുന്നുണ്ട്, അമ്പട കള്ള, അങ്ങനെ നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടുവോ, ഞങ്ങളും വരും കൂടെ. എങ്കിൽ പെട്ടെന്ന് റെഡിയായിക്കോ, ഞാനേ മനുവേട്ടനെയും കൂടെ വിളിച്ച് കാര്യം പറയാമെന്ന് രോഹിത് പറയുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി കൃഷ്ണമോളും ബബിതയും അലീനയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. രോഹിത് മനുവിനെ വിളിക്കുന്നുണ്ട്, മനുവേട്ടാ, എന്താടാ കുറേ ദിവസം ആയല്ലോ നിൻ്റെ കോളൊക്കെ കണ്ടിട്ട്, ഇങ്ങനെ ഒരാളുണ്ടോടാ? അല്ല മനുവേട്ടാ, പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ശരി, ഇപ്പോൾ വിളിച്ചതിൻ്റെ കാര്യം എന്താ? മനുവേട്ടൻ അറിയാമോ, ഇന്ന് എന്താടാ, ഇന്ന് അലീന ചേച്ചിയുടെ പിറന്നാളാ. അലീനയുടെ പിറന്നാളോ? എന്നിട്ട് അവൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി കൂടെ വിളിച്ചതാ. എൻ്റെ മനുവേട്ടാ, അത് ചേച്ചിക്ക് പോലും ഓർമ്മയുണ്ടാവില്ല. അവിടെ ചേച്ചിയുടെ പപ്പ എന്തോ ബർത്ത് സർട്ടിഫിക്കറ്റ് വിളിച്ച് അച്ഛനോട് അന്വേഷിച്ചു, ചേച്ചിയെ പഠിക്കാൻ വിടുന്നത്രേ. അങ്ങനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അത് എടുത്ത് നോക്കിയപ്പോഴാണ് ചേച്ചിയുടെ ബർത്ത്ഡേ നാളെയാണെന്നറിയുന്നത്. അങ്ങനെ അച്ഛന് വലിയ സങ്കടമായി, ഒന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല എന്ന്. രാവിലെ തന്നെ ഞാൻ എണീക്കുന്നതിന് മുന്നേ അച്ഛൻ ചെന്ന് ജുവലറി തുറന്ന് ചേച്ചിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നു, ഒരു ഡയമണ്ട് നെക്ലേസ്. മനുവേട്ടൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്ക് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല. അത് പോയിട്ട് അവളുടെ പപ്പ എന്നെ കണ്ടാൽ ഭയങ്കര കലിപ്പാടാ. എന്തോ അത്രയ്ക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല അയാൾക്ക്. അയാളുടെ ചില നേരത്തെ നോട്ടവും ഓരോന്ന് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. പിന്നെ ഞാനും അലീനയായിട്ട് ആ കാര്യം പറഞ്ഞ് പിണക്കത്തിലും ആവും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഞാൻ അവളെ ഫോണിൽ വിളിച്ചോളാം, വിഷ് ചെയ്തോളാം. അവൾക്ക് പിന്നെ ഗിഫ്റ്റിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഞാൻ കൊടുക്കാനും വച്ചിട്ടുണ്ടല്ലോ, അതിന് സമയമാവട്ടെ. അപ്പോൾ രോഹിത് പറയാണ്, കൊച്ചു കള്ളൻ, എല്ലാം കരുതി വച്ചിട്ടുണ്ടല്ലേ എന്ന് പറയുമ്പോൾ, ഒന്ന് പോടാ ചെക്ക. ശരി, എങ്കിൽ പിന്നെ നിങ്ങൾ കുളത്തൂപ്പുഴ പോയിട്ട് വാ, എന്നിട്ട് ഞാൻ വിളിക്കാം, വിശേഷമൊക്കെ അറിയാമല്ലോ. ശരി മനുവേട്ടാ, ഞാനിതറിഞ്ഞപ്പോൾ മനുവേട്ടനോട് വിളിച്ച് കാര്യം പറഞ്ഞതേ ഉള്ളൂ. ശരിടാ, വച്ചോ എന്ന് പറഞ്ഞ് മനുവും ഫോൺ വയ്ക്കുന്നുണ്ട്. ഈ വിവരം മനു സംസാരിക്കുന്നത് കമല റൂമിൻ്റെ വെളിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. കമല ഉടനെ തന്നെ വൈജയന്തിയെ ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ വൈജയന്തി ഫോൺ എടുത്തിട്ട് ചോദിക്കുകയാണ്, എന്താ കമലയിടത്തി രാവിലെ തന്നെ വിളിച്ചത്? ഉറക്കമൊന്നുമില്ലേ? എന്തെങ്കിലും പരദൂഷണം പറയാനായിരിക്കും. പറഞ്ഞോ. അപ്പോൾ കമല പറയുന്നുണ്ട്, നിനക്ക് കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട വൈജയ്, ഞാൻ വെറുതെ വിളിക്കുന്നത് എന്തിനാ, നിൻ്റെ വഴക്കും കൂടെ കേൾക്കാനായിട്ട്. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. എൻ്റെ കമലയിടത്തി പിണങ്ങല്ലേ, എന്താ കാര്യം പറ. നീ അറിഞ്ഞോ വൈജയ്, ഇന്നേ ആ അഴിഞ്ഞാട്ടക്കാരിയുടെ പിറന്നാളാണത്രേ. അതിന് പോകാൻ വേണ്ടിയിട്ട് നിൻ്റെ 3 മക്കളും അവിടെ റെഡിയാവുക. ഇപ്പോൾ അവർ വിളിച്ച് മനുവിനോട് വിവരം പറഞ്ഞത് ഞാൻ കേട്ടതാ. ഇന്ന് അവളുടെ പിറന്നാളോ? അവിടെ പോവാൻ ഞാൻ അറിയാതെ എൻ്റെ മക്കൾ റെഡിയാവുന്നെന്നോ? എന്താ കമലയിടത്ത് ഈ പറയുന്നത്? നിൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നീ അറിയുന്നില്ല, അത് തന്നെയാണ് നിൻ്റെ പ്രശ്നം. ഇപ്പോൾ ആ രോഹിത് വിളിച്ച് മനുവിനോട് ഇക്കാര്യം പറഞ്ഞതാ. മനുവിനോട് ചെല്ലണമെന്നും കേട്ടു. പിന്നെ അവനെന്തോ ഇന്ന് ജോലി തിരക്കുണ്ട്, അതെന്തോ ഭാഗ്യം, അതുകൊണ്ട് അവൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. നിൻ്റെ 3 മക്കൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. പിന്നെ എന്തോ വലിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അത് എന്താന്നുള്ള കാര്യം എനിക്കൊട്ടും പിടികിട്ടിയില്ല വൈജയ്. അത് നീ തന്നെ നിൻ്റെ മക്കളോട് ചോദിച്ചു നോക്ക്. എന്തായാലും ബാലചന്ദ്രൻ അറിയാതെ ആ പിള്ളേർ ഇതൊന്നും ചെയ്യില്ല. ബാലചന്ദ്രൻ തന്നെ ആയിരിക്കും ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുത്തത് അവൾക്ക് കൊടുക്കാൻ. ഞാനിത് പറയാൻ വിളിച്ചെന്നേ ഉള്ളൂ. ഇനി എന്നോട് നീ ദേഷ്യമൊന്നും കാണിക്കല്ലേ വൈജയ്. എന്താ കമലയിടത്തി ഇത്? ഞാനിതൊന്നും അറിഞ്ഞില്ല കമലയിടത്തി. അല്ലെങ്കിലും ഞാൻ ആരാ ഇവിടത്തെ? ഞാനിപ്പോൾ ഒന്നും അറിയുന്നില്ല. അച്ഛനും മക്കളും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു, അതൊക്കെ നടത്തുന്നു. ഞാനിപ്പോൾ
വെറും പട്ടിയുടെ സ്ഥാനത്തോ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് വയ്യ കമലേടത്തി. എൻ്റെ വൈജേ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒതുങ്ങിക്കൂടിയാലേ നിൻ്റെ ജീവിതം നശിച്ചു പോവും. ഇപ്പോൾ ഇതെല്ലാം അഴിച്ചു പണിഞ്ഞാൽ നിനക്ക് തിരിച്ചു പിടിക്കാം നിൻ്റെ ജീവിതം. നീ അവരോട് ചോദിച്ചു നോക്ക്, അപ്പോൾ അവൻ മണിപണി പോലെ ഉത്തരം പറയും. ആ ശരി കമലേടത്തി, ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് വൈജ ഫോൺ വയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രോഹിത്തിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. രോഹിത്ത് അലീനെ കാണാൻ പോകാനുള്ള സന്തോഷത്തിലും തിരക്കിലും ഒക്കെയാണ്. എടാ രോഹിത്തേ. അപ്പോൾ പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്താ അമ്മേ, പേടിച്ചു പോയല്ലോ മനുഷ്യൻ, ഇങ്ങനെയുണ്ടോ ഒരു വിളി? എടാ നീ എവിടെ പോവാനാ രാവിലെ അണിഞ്ഞൊരുങ്ങുന്നത്? അത് എനിക്കൊരു സ്ഥലം വരെ പോകണം. നിൻ്റെ ഒരു സ്ഥലം എനിക്കറിയാം. ആ അഴിഞ്ഞാട്ടക്കാരി കാണാൻ പോവുമല്ലേടാ നീ. നീ മാത്രമല്ല, ആ കൃഷ്ണമോളും ബബിതയും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ അമ്മേ, കുറെ കഷ്ടം തന്നെ. അമ്മ ഇതെങ്ങനെയാ അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്? ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. നീ ആരോടും പറഞ്ഞില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചോടാ? ഈ വീട്ടിൽ താമസിച്ചിട്ട് എന്നെ പറ്റിച്ചിട്ട് ഓരോ കാര്യങ്ങൾ നീ ചെയ്യാമെന്ന് വിചാരിച്ചോ? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അമ്മേ രാവിലെ തന്നെ ഉടക്കാൻ വരരുതേ. ഞങ്ങൾ ഇന്നലെ അറിഞ്ഞത് അലീന ചേച്ചിയുടെ പിറന്നാളാണ് ഇന്നെന്ന്. അതുകൊണ്ടാണ് രാവിലെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായത്. അതിനിപ്പോൾ എന്താ അമ്മ ഇത്ര കുഴപ്പം? അലീന ചേച്ചിയെ ചെന്ന് കാണുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, വൈകുന്നേരത്തിനുള്ളിൽ ഞങ്ങളിങ്ങ് തിരിച്ചു പോരും. വേണ്ടടാ വേണ്ട, അവിടെ കിടന്നോ, അവളുടെ കൂടെ അവിടെ കൂടിക്കോ. ഇവിടെ വന്നിട്ടിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നും നിനക്ക് ചെയ്യാനില്ലല്ലോ. പോടാ നീ പോ. ഈ പെറ്റ തള്ള പറയുന്നത് കേൾക്കാതെ നീയൊക്കെ ഓരോന്ന് ചെയ്യുന്നില്ലേ, അതിനൊക്കെ നീ അനുഭവിക്കും. വരട്ടെ ആ ബബിതയും കൃഷ്ണയും, എല്ലാത്തിനും ഞാൻ കൊടുക്കുന്നുണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയായിരിക്കും ബബിതയും കൃഷ്ണയും റെഡിയായി വന്ന് രോഹിത്തേട്ടാ നമുക്ക് പോവാമോ എന്ന് ചോദിച്ച് വിളിക്കുന്നത്. രോഹിത് ഒരു പരിങ്ങലോട് കൂടി കൃഷ്ണയുടെയും ബബിതയുടെയും മുഖത്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് വൈജയന്തി ആ റൂമിൽ നിൽക്കുന്നത് അവർ കാണുന്നത്. വല്ലാതെ മുഖത്തോടു കൂടി ബബിത പറയുന്നുണ്ട്, എന്താ അമ്മേ രാവിലെ തന്നെ രോഹിതേട്ടനെ എടുത്തിട്ട് ഹലക്കുവാണല്ലോ അമ്മ. ഹാ ഹലക്കോടി ഞാൻ. നീയൊക്കെ ഈ വീട്ടിൽ താമസിച്ചിട്ട് ഇവിടെ തന്നെ തിന്ന് വളർന്നിട്ട് നീയൊക്കെ എന്താ കാണിക്കുന്നത്? എന്നോട് വരെ കള്ളത്തനം പറയാറും ചെയ്യാനുമായി. കഷ്ടം, നീയൊക്കെ എൻ്റെ വയറ്റിൽ തന്നെയാണല്ലോ ദൈവമേ വന്ന് പെട്ടത്. ഇങ്ങനെയുണ്ടോ പെറ്റ തലയോട് ഒരു സ്നേഹവും ഇല്ലാത്ത ജന്തുക്കൾ? നിന്നെയൊക്കെ വളർത്തുന്നത് എന്നെ വെറുതെയാ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എന്താ അമ്മേ പറയുന്നത്? അമ്മ എന്തിനാ രാവിലെ ഞങ്ങളുടെ നേർക്ക് ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നത്? ഞങ്ങൾ ആരെങ്കിലും അമ്മയോട് എന്തെങ്കിലും ചെയ്തോ? അമ്മയോട് എന്തെങ്കിലും പറയാൻ വന്നോ? അമ്മ വെറുതെ കിടന്ന് ഇങ്ങനെ ദേഷ്യപ്പെടരുതേ അമ്മേ. ഇപ്പം എന്താ പ്രശ്നം അമ്മയുടെ? അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എടി അത് വേറൊന്നുമല്ല, ഇന്ന് അലീന ചേച്ചിയുടെ പിറന്നാളാണെന്നറിഞ്ഞു, അതുകൊണ്ടാ. ഓ അതുകൊണ്ടാണോ? അതിനിപ്പോൾ എന്താ? അച്ഛനാ പറഞ്ഞത് ഞങ്ങളോട് റെഡിയാവാൻ. ഞങ്ങളും പോവും അലീന ചേച്ചിയുടെ പിറന്നാളിന്. പോടി പോ. ആ അഴിഞ്ഞാട്ടക്കാരിയുടെ പിറന്നാളൊക്കെ കൂടിയിട്ട് നീയൊക്കെ വാ ഇവിടെ. തിരിച്ച് ഇവിടെ തന്നെയല്ലേ നിങ്ങളൊക്കെ വരാൻ പോകുന്നത്? ഞാൻ കാണിച്ചു തരാം. അതൊക്കെ പോട്ടെ, നിൻ്റെ അച്ഛൻ എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നത് അവൾക്ക്? എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ കൊടുക്കും, അതെനിക്കറിയാം. ആ കാര്യമായിട്ട് തന്നെ കൊടുക്കും. അമ്മ നോക്കിക്കോ, ഒരു വലിയ ഡയമണ്ട് നെക്ലേസാണ് അച്ഛൻ എടുത്ത് വച്ചിരിക്കുന്നത് അലീന ചേച്ചിക്ക് കൊടുക്കാൻ. 10 ലക്ഷം രൂപയോളം വില വരും. എന്തേ അമ്മയ്ക്ക് വല്ലതും ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ. 10 ലക്ഷം രൂപ അയാൾ കൊടുക്കട്ടെ. അയാൾ ആ ജുവലറി കിടന്ന് ഉണ്ടാക്കുന്നതെല്ലാം ഇങ്ങനെയുള്ളവൾക്ക് കൊടുക്കട്ടെ. ഞാനൊന്നും പറയുന്നില്ല, എനിക്കൊന്നും പറയാനും വയ്യ. നീയൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി വൈജയന്തി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി കൃഷ്ണമോളും ബബിതയും രോഹിത്തും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ കാറ് വന്നു. കാറിൽ കയറി 3 പേരും പോകുന്നത് ജനാല വഴി വൈജയന്തി നോക്കുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തോടു കൂടി പല്ലൊക്കെ കടിച്ചമർത്തി കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യത്തോടു കൂടിയാണ് വൈജയന്തി നിൽക്കുന്നത്. ഛേ, ഞാൻ പറഞ്ഞിട്ട് അവർ പോയിട്ട് വരട്ടെ എന്നിങ്ങനെ ദേഷ്യത്തോട് പറഞ്ഞ് വൈജയന്തി റൂമിലേക്ക് കയറി പോവുകയാണ്. കാറിലിരുന്ന് വലിയ സന്തോഷത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് 3 പേരും. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എടീ ബബിതേ, നീ അവളോട് കൂടി പറഞ്ഞായിരുന്നോ ആ രേവതി കുട്ടിയോട്? അപ്പോൾ ബബിത പറയുന്നുണ്ട്, അയ്യോ അത് പറഞ്ഞില്ല. രോഹിത്തേട്ടൻ വിളിച്ചായിരുന്നോ? ആ ഞാൻ ഇന്നലെ വിളിച്ചു, പക്ഷേ ഇന്നലെ ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ
ഇന്നാണ് അലീന ചേച്ചിയുടെ പിറന്നാളെന്ന്. വൈകിയല്ലേ അച്ഛൻ പറഞ്ഞത്. അവളോട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നേനെ. നിങ്ങൾക്ക് വിളിച്ച് പറയായിരുന്നില്ലേ പിള്ളേരെ? അപ്പോൾ രോഹിത്തിൻ്റെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഏത് വഴിക്കാണ് ഈ റൂട്ടൊക്കെ പോകുന്നതെന്ന്. അവരൊന്നും അറിയാത്തതുപോലെ പറയുന്നുണ്ട്, അയ്യോ അത് മറന്നുപോയി രോഹിത്തേട്ടാ. സാരമില്ല, രേവതിക്കുട്ടിക്ക് എന്തായാലും ഓർമ്മ കാണും. രേവതിക്കുട്ടി അലീന ചേച്ചിയെ വിളിക്കുമായിരിക്കും. അവിടുത്തെ ഗ്രേസി ആൻറ്റിക്കും മാമച്ചനെങ്കിലും ഒക്കെ സുഖമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ വരാനായിട്ട് കഴിയില്ലായിരിക്കും രേവതിക്കുട്ടിക്ക്. എന്താന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവർ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ കുറേ യാത്രകൾ കഴിഞ്ഞിങ്ങനെ കുറേ ദൂരം കഴിയുമ്പോൾ ബബിത പറയുന്നുണ്ട്, അയ്യോ രോഹിത്തേട്ടാ, നമ്മളിപ്പോൾ കേക്കൊന്നും വാങ്ങിയില്ലല്ലോ അലീന ചേച്ചിക്ക്. കേക്കൊക്കെ കട്ട് ചെയ്യണ്ടേ? വഴിയിൽ ഏതെങ്കിലും ബേക്കറി കാണില്ലേ, അവിടെ നിർത്തി നമുക്കൊരു കേക്കൊക്കെ വാങ്ങാം. കേക്കോ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാം. അലീന ചേച്ചിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ചേച്ചിക്കൊരു സന്തോഷമാവട്ടെ അല്ലേ രോഹിത്തേട്ടാ? ശരിയാടി, ഞാനും ഓർക്കുന്നുണ്ടായിരുന്നു. ബേക്കറി കാണുമ്പോൾ നമുക്ക് വാങ്ങാം. അങ്ങനെ അവർ കേക്കൊക്കെ വാങ്ങി ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നുണ്ട്. അവിടെ സ്റ്റാൻലി ജോസഫിൻ്റെ ആ ബംഗ്ലാവൊക്കെ കാണുന്ന സമയത്ത് തന്നെ രോഹിത്ത് മുന്നേ കണ്ടിട്ടുണ്ട്. ബബിതയും കൃഷ്ണമോളും ഒക്കെ ഇങ്ങനെ അന്തം വിടുവാണ്. അവർ ചോദിക്കുകയാണ്, രോഹിത്തേട്ടാ ഇതെന്താ കൊട്ടാരമോ? അയ്യോ, ഇത്രയും വലിയ വീട്ടിലാണോ അലീന ചേച്ചി നിൽക്കുന്നത്? ഈ വീട്ടിലൊക്കെ എന്തുമാത്രം ജോലി കാണും രോഹിത്തേട്ടാ. അയ്യോ എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എടി പൊട്ടി, അതിന് ചേച്ചി ഇവിടുത്തെ ജോലിക്കാരി അല്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഇത്രയും വലിയ ബംഗ്ലാവൊക്കെ നോക്കാൻ ചേച്ചി ഒറ്റയ്ക്കോ? അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇവിടെ ചേച്ചിക്ക് വലിയ ജോലിയൊന്നും ഇല്ല എന്നാണ് ചേച്ചി പറഞ്ഞത്. നോക്കാം എന്ന് പറഞ്ഞ് അവർ 3 പേരും ചെല്ലുന്നുണ്ട്. കാറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ആൻ്റപ്പൻ ഓടി വരികയാണ്. പുറകെ ആ നായ്ക്കളും ഉണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അയ്യോ രോഹിത്തേട്ടാ അങ്ങോട്ട് നോക്കിക്കേ, അയ്യോ എന്തൊരു വലിപ്പം ആ നായ്ക്കൾക്ക്. ഇവിടെ ഇതിനെയൊക്കെ പേടിച്ച് അലീന ചേച്ചി ഇതെങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എടി അലീന ചേച്ചിക്ക് നായ്ക്കളോട് പേടിയൊന്നുമില്ല. ചേച്ചിയെ കണ്ട മാത്രമേ തന്നെ അതൊക്കെ ചേച്ചിയുടെ അടുത്ത് വന്ന് മുട്ടുകുത്തിയിരുന്നെന്നാ ചേച്ചി എന്ന് പറഞ്ഞത്. അതിനൊക്കെ ഒരു കഴിവ് വേണം. അലീന ചേച്ചിക്ക് അല്ലെങ്കിലും നായ്ക്കളോടൊരു പ്രത്യേക സ്നേഹമല്ലേ? അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതെ അന്ന് ചേച്ചി കുത്തുകൊണ്ട് കിടന്ന സമയത്തും മിണ്ടാണ്ടിരിക്കടി, ഈ സമയത്ത് ആ കാര്യമൊന്നും പറയാതെ. ഞാനൊന്ന് പറയുന്നില്ലേ. അങ്ങനെ അവരിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ആൻ്റപ്പൻ ഓടി വരുന്നുണ്ട്. ആരാ? ഇവിടെ അലീന ചേച്ചി ഇല്ലേ? ഉണ്ടല്ലോ. നിങ്ങളാരാ? എവിടെന്നാ? ഞങ്ങൾ അങ്ങ് പാലയിന്ന് വരുവാ. അവിടെ നിന്ന് ആരാ? ഞങ്ങൾ അലീന ചേച്ചിയുടെ സിസ്റ്റേഴ്സോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് രോഹിത്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. മോൻ്റെ സഹോദരിമാരായിരുന്നോ? അതെ എങ്കിലേ. അലീന ചേച്ചി ഇല്ലേ? ഉണ്ട്. കുഞ്ഞകത്തിരിക്കുക. അകത്തോട്ട് ചെന്നോ. ആ നായ്ക്കിൽ നിൽക്കുന്നത് കൊണ്ട് പരിങ്ങിയാണ് ബബിതയും കൃഷ്ണമോളും രോഹിത്തിൻ്റെ വാലും തൂങ്ങി അകത്തേക്ക് ചെല്ലുന്നത്. അവരെ കാണുന്നതും വളരെ അപ്രതീക്ഷിതമായിട്ട് രോഹിത്തിനെയും ബബിതയും കൃഷ്ണമോളെയും കാണുന്നത് കൊണ്ട് ഓടി വരികയാണ് അലീന. ഓടി വന്ന് 3 പേരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താടാ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇപ്പോൾ വന്നത്? ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഉണ്ട് ചേച്ചി, ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വന്നത് തന്നെയാ. ചേച്ചിക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അലീന പറയുന്നുണ്ട്, സന്തോഷമായി മക്കളെ, നിങ്ങൾ വന്നല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. പെട്ടെന്ന് തന്നെ ബബിത പറയുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ അലീന ചേച്ചി. അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ കേൾക്കുമ്പോൾ അവൾ ഓർക്കാത്ത കാര്യം ഇങ്ങനെ മറ്റൊരാൾ പറയുന്ന കേൾക്കുമ്പോൾ അവളിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ട്. ബർത്ത്ഡേയോ? ഇപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി ഇന്ന് ചേച്ചിയുടെ ബർത്ത്ഡേയാ. ആണോ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നതും ബർത്ത്ഡേക്ക് ഞങ്ങളെ കാണാൻ വരുന്നതും. ബ്രിജിത മമ്മി പറഞ്ഞ ഓർമ്മയേ ഉള്ളൂ. എന്നാണോ അവിടെ ഓർഫനേജിൽ എത്തിയത് അത് തന്നെയാ നിങ്ങളുടെ ബർത്ത്ഡേ എന്ന്. എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷമായി മക്കളെ. നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിച്ച് അവർ 3 പേരും കെട്ടിപ്പിടിച്ചിങ്ങനെ കരയുന്നുണ്ട്. ഈ സമയം സ്റ്റാൻലി ജോസഫ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ബബിതയും കൃഷ്ണമോളെയൊക്കെ കാണുന്ന സമയത്ത് സ്റ്റാൻലി ജോസഫ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ബബിതയുടെ മുഖത്ത് തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്.
താൻ പണ്ട് സ്നേഹിച്ച ആ വൈജയന്തി, അതേ ഛായ. എന്നിട്ട് ഓടി വന്ന് ചോദിക്കുകയാണ്, ഇതാരാ? അപ്പോൾ അലീന പറയുന്നുണ്ട്, പപ്പ ഇതെൻ്റെ അനിയത്തിമാരാ. രോഹിത്തിന് പപ്പയ്ക്ക് അറിയാമല്ലോ. ഇത് ബബിത, ഇത് കൃഷ്ണമോള്. ഓ ശരി, ഇപ്പോൾ എന്താ വന്നത്? പപ്പ ഇന്നെൻ്റെ ബർത്ത്ഡേയാ, അപ്പോൾ എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ. 23 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ മകളുടെ ബർത്ത്ഡേ. ഇത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ വികാരങ്ങൾ സ്റ്റാൻലി ജോസഫിൻ്റെ മുഖത്ത് മിന്നി മാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു പപ്പ എന്ന് പറഞ്ഞ് അവരെല്ലാവരും അകത്തോട്ട് പോവുകയാണ്. സ്റ്റാൻലി ജോസഫ് ഓടിച്ചെന്ന് ഔതുക്കുട്ടിച്ചായനോട് പറയുന്നുണ്ട്, അപ്പച്ച ഇന്ന് അപ്പച്ചൻ്റെ ചിന്നമ്മയുടെ പിറന്നാളാ. എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അപ്പച്ച. ആ പിള്ളേരൊക്കെ അവിടെ നിന്ന് വന്നിരിക്കുക, ആ ബാലേന്ദ്രൻ്റെ പിള്ളേർ. എന്തോ ഗിഫ്റ്റും കൊണ്ടായിരിക്കും വന്നത്. ബാലേന്ദ്രൻ എന്തായാലും ഒരു വലിയ ഗിഫ്റ്റ്, വിലപിടിപ്പുള്ളത് തന്നെ അവൾക്ക് കൊടുക്കും. എനിക്ക് അതിനേക്കാൾ വലുത് എന്തെങ്കിലും കൊടുക്കണം അപ്പച്ച. അപ്പച്ചൻ എന്തെങ്കിലും അറിയാവോ? അപ്പോൾ ഔതുകുട്ടിച്ചായൻ പറയുന്നുണ്ട്, എടാ മോനെ, അങ്ങനെ വിലപിടിപ്പിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നിന്റെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരെണ്ണം കൊടുക്കണം. മോളുടെ സ്വഭാവം വെച്ചിട്ട് അവക്കങ്ങനെ വില പിടിക്കുന്ന സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആർത്തിയുമില്ല. നിന്റെ മോൾക്ക് എന്ത് കൊടുക്കണമെന്ന് നീ ആലോചിച്ച് കണ്ടുപിടിക്ക്. അതും എന്നോടാണോടാ ചോദിക്കുന്നത്? നീ ടെൻഷൻ അടിക്കാതെ സമാധാനത്തിൽ ആലോചിക്ക്. നീ എന്ത് കൊടുത്താലും അവൾക്കത് ഇഷ്ടപ്പെടും. എത്ര നാളായടാ നിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സമ്മാനം അവൾക്ക് കിട്ടിയിട്ട്? അപ്പോൾ സ്റ്റാൻലി ജോസഫ് പറയാണ്, ശരിയാ അപ്പച്ചൻ പറഞ്ഞത്. അങ്ങനെ വില പിടിപ്പുള്ളത് കൊടുക്കുന്നതിനേക്കാളും അവൾ എന്ന് ഓർത്തിരിക്കുന്ന, അവൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ അലീനയുടെ ബർത്ത്ഡേ ഇതുവരെ കാണാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മഴതോരു മുമ്പയുടെ വരാൻ പോകുന്ന അടുത്തൊരു അടിപൊളി റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.